നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലോക പ്രശസ്ത തബല വിദ്വാൻ സാക്കിർ ഹുസൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ രോഗം മൂലം അമേരിക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നതിനിടെയാണ് അന്ത്യം. 1951 മുംബൈയിലാണ് സാക്കിർ ഹുസൈൻ ജനിച്ചത്. 12-ാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം സഹായം നിഷേധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഒരു പകപോക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നതെന്നും ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളവും രാജ്യത്തിൻ്റെ ഭാഗമാണെന്നും നീതി നിഷേധിക്കാൻ പാടില്ലെന്നും കേന്ദ്രത്തിനെതിരെ നമ്മുടെ നാട്ടിൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശനത്തിന് വന്നതിൻ്റെ കാശുകൂടി കേരളം കൊടുക്കേണ്ടി വരുമോ എന്ന് മന്ത്രി പി രാജീവ് ചോദിച്ചു. കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും വയനാട്ടിലെ പുനരധിവാസവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്നും ടൗൺഷിപ്പ് നിർമ്മാണം എന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും 2 എസ്റ്റേറ്റുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ അവഗണന തുടരുകയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിക്ക് ഇതുവരെ സർക്കാർ സഹായം കിട്ടിയിട്ടില്ലെന്നും അർഹത ഉള്ളത് ഒന്നും കേന്ദ്രം തരാത്തത് നിലവിലെ സാഹചര്യമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം സ്വകാര്യ സംരംഭമല്ലെന്നും സംസ്ഥാന സർക്കാരുമായി ചേർന്നുള്ള പദ്ധതിയാണെന്നും കസ്റ്റംസ് ഡ്യൂട്ടി അടക്കം എത്തുന്നത് കേന്ദ്രത്തിലേക്കാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തത്തിൽ ഹെലികോപ്റ്റർ സേവനത്തിന് പണം ആവശ്യപ്പെട്ട് സാധാരണ നടപടി മാത്രമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളോടും തുക ആവശ്യപ്പെടാറുണ്ടെന്നും പിണറായി വിജയൻ സർക്കാർ ഇത് വിവാദമാക്കുന്നതെന്തിനാണെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. AI ക്യാമറയും ബ്രഹ്മപുരം പോലുള്ള അഴിമതി കരാറുകൾക്കായി കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്കായി ഒന്നും നൽകാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. മിക്സ് 7 വ്യായാമ പരിശീലനത്തിനെത്തുന്നത് തീവ്രവാദികളാണെന്ന ആരോപണം പിൻവലിച്ച് CPM നേതാവ് P മോഹനൻ. അപൂർവം ചില ഇടങ്ങളിൽ അത്തരം തിക്കാർ നുഴഞ്ഞുകയറുന്നുവെന്നാണ് താൻ പറഞ്ഞതെന്ന് P മോഹനൻ പറഞ്ഞു. ഏതാനും ദിവസം മുമ്പ് MEC 7 എന്ന വ്യായാമ പരിശീലന പരിപാടിക്കെതിരെ P മോഹനൻ നടത്തിയ പ്രസ്താവനയിലാണ് തീവ്രവാദികളാണ് അതിൽ പങ്കാളികളാവുന്നത് എന്ന് ആക്ഷേപിച്ചത്. MEC 7 രാജ്യവ്യാപകമായി നടപ്പാക്കേണ്ട പദ്ധതിയാണെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ പറഞ്ഞു. വളരെ കുറച്ചു സമയം മാത്രമുള്ള നല്ല ഒരു വ്യായാമ പദ്ധതിയാണിതെന്നും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തനിക്കതിൽ കാണാൻ കഴിഞ്ഞില്ലെന്നും MP പറഞ്ഞു. MEC 7 പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MEC 7 വ്യായാമ കൂട്ടായ്മ വിവാദത്തിൽ പ്രതികരണവുമായി മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. വിഷയം വിവാദമാക്കേണ്ടതില്ലെന്നും വ്യായാമത്തിൽ മതവും രാഷ്ട്രീയവും ചേർക്കേണ്ടതില്ലെന്നും പറഞ്ഞ മുൻമന്ത്രി എല്ലാ മതക്കാരും രാഷ്ട്രീയക്കാരും ഈ കൂട്ടായ്മയിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ആരെങ്കിലും നുഴഞ്ഞുകയറുമോ എന്ന് ശ്രദ്ധിക്കണമെന്നാണ് P മോഹനൻ പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ചു ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നും അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നും FIR. മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ, അനു, ബിജു, പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരാണ് മരിച്ചത്. നവദമ്പതികളായ നിഖിലും അനുവും മലേഷ്യയിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് അപകടം. ഇവരെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോയതായിരുന്നു. അപകടത്തിൽ മരിച്ച നിഖിലിൻ്റെ പിതാവായ മത്തായി ഈപ്പനും അനുവിൻ്റെ പിതാവായ ബിജുവും. പത്തനംതിട്ട അപകടം വളരെ ദുഃഖകരമായ സംഭവമെന്നും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ശബരിമല സീസണായതിനാൽ ആയിരക്കണക്കിന് വണ്ടികളാണ് റോഡുകളിലൂടെ പോകുന്നതെന്നും ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കുന്ന സംസ്കാരം ഉണ്ടാക്കണമെന്നും പത്തനംതിട്ടയിലെ സംഭവത്തിൽ വീട് വളരെ അടുത്തായതിന് വീട്ടിലെത്തി ഉറങ്ങാമെന്ന് അദ്ദേഹം കരുതി കാണുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ 4 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് വേദനയെന്ന് KU ജനീഷ് കുമാർ MLA പറഞ്ഞു. 2 ആഴ്ച മുമ്പ് നടന്ന നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹത്തിൽ താനും പങ്കെടുത്തിരുന്നുവെന്നും അപകട കാരണം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് നല്ല നിലയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ അമിത വേഗത എടുക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നതെന്നും MLA പറഞ്ഞു.
സംസ്ഥാനത്ത് റോഡപകടങ്ങൾ ആവർത്തിക്കുകയും ജീവൻ പൊലിയുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ്കുമാർ. നാളെ വൈകിട്ട് 4-ന് തിരുവനന്തപുരത്താണ് ഉന്നതതല യോഗം നടക്കുക. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നീ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ദേശീയപാത അതോറിറ്റി, കെ.എസ്.ഇ.ബി., പി.ഡബ്ല്യു.ഡി., റോഡ് സേഫ്റ്റി വിഭാഗം എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയ AI ചാറ്റ് ബോട്ട് ഇതുവരെ 1.25 ലക്ഷം പേർ ഉപയോഗിച്ചതായി അധികൃതർ പറഞ്ഞു. ഇതുവരെ 3000-ഓളം അത്യാഹിത കേസുകളും AI ചാറ്റ് ബോട്ടിലൂടെ ഇടപെടൽ നടത്തി. ദിനംപ്രതി 10,000-ഓളം പേരാണ് വാട്സ്ആപ്പ് അധിഷ്ഠിതമായ സ്വാമി ചാറ്റ് ഉപയോഗിക്കുന്നത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.5 ലക്ഷത്തിലധികം ഭക്തർ ഇക്കുറി ദർശനത്തിനെത്തി. 22.7 കോടി രൂപയാണ് ഇത്തവണ അധിക വരുമാനമായി ലഭിച്ചത്. നട തുറന്ന് 29 ദിവസത്തെ കണക്കാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. കണ്ണൂർ സർവകലാശാല യൂണിയൻ നേതൃത്വത്തിൽ നടന്ന സാഹിത്യോത്സവത്തിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രവീൺ പുരായകസ്റ്റയെ മുഖ്യ അതിഥിയാക്കിയതിൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി സിനിമാ താരം എത്തുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ബുധനാഴ്ചയാണ് മാറ്റം വന്നത്. VC അറിഞ്ഞത്. ഇതോടെ VC പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. പ്രബീർ പുരകായസ്ഥ എങ്ങനെ അവസാന നിമിഷം അതിഥിയായെന്നതിൽ വിദ്യാർത്ഥി ക്ഷേമകാര്യ ഡയറക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ദില്ലി പോലീസ് പുരകായസ്ഥയ്ക്കെതിരെ UAPA ചുമത്തി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി പിന്നീട് കണ്ടെത്തിയിരുന്നു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം സംഭവം അന്വേഷിക്കണമെന്നും പരീക്ഷ റദ്ദാക്കണമെന്നും ഇല്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ് പറഞ്ഞു. MS സൊല്യൂഷൻ പോലെയുള്ള ട്യൂഷൻ സെന്ററുകളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരെ പുറത്താക്കി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും KSU ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നതിന് പിന്നിൽ ഇടത് അധ്യാപക സംഘടനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇതിന് പിന്നിൽ സർക്കാരുമായി ബന്ധമുള്ളവരാണെന്നും അവരാണ് ചോർത്തിക്കൊടുക്കുന്നതെന്നും സതീഷ് പറഞ്ഞു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള സോളാർ പാനൽ ടെൻഡറിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ബെഞ്ച് മാർക്ക് തുകയേക്കാൾ 30% കൂട്ടിയാണ് ടെൻഡർ നൽകിയതെന്ന് M. വിൻസെന്റ് MLA ആരോപിച്ചു. എന്നാൽ ടെൻഡർ നടപടികളെല്ലാം സുതാര്യമാണെന്നാണ് അനർട്ട് COയുടെ വിശദീകരണം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.